എനിക്ക് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും എംബ്രോയ്ഡറിയും ഒക്കെ ഞാൻ ചെയ്യും. പക്ഷെ അതെനിക്ക് നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയുന്നത് ചിക്കൻകാരി ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചുരിദാറിൽ എന്തൊക്കെ കാര്യങ്ങൾ, വണ്ണമുള്ളവർ ചുരിദാറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോയ്ക്ക് എനിക്ക് ലാക്സ് വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ 1,00,000 വ്യൂസ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത് എൻ്റെ കുട്ടികളാണ്. അതുപോലെ ഹോളിഡേയ്സ് സൺഡേയ്സ് ഒക്കെയാണ് ഞങ്ങൾ വീഡിയോസ് എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ കുട്ടികൾക്കാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അധികം ബോറടിപ്പിക്കാതെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ചിക്കൻകാരി ഡ്രസ്സിൽ വന്നിട്ടുള്ള വർക്ക്, എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ്, മെഷീൻ വർക്കല്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ക്ലാസി ലുക്കായിരിക്കും. ഇത് വെയർ ചെയ്യുമ്പോൾ ഇന്നേഴ്സ് മസ്റ്റായിട്ട് വെയർ ചെയ്യണം. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ടൈപ്പ് ഇന്നേഴ്സ് മതിയാകും. അതല്ലാത്തവർക്ക് ഫുൾ ലെങ്ത് ഉള്ള ഇന്നേഴ്സ് വെയർ ചെയ്താൽ നന്നായി. നെക്സ്റ്റ് വന്നിട്ട് ബോട്ടംസ്. യാതൊരു കാരണവശാലും ചിക്കൻകാരി ഡ്രസ്സിൻ്റെ ഒപ്പം ലെഗിൻസ് ധരിക്കാൻ പാടില്ല. ലെഗിൻസ് ധരിച്ച് അതിൻ്റെ ബ്യൂട്ടി കളയരുത്. അതുകൊണ്ട് തന്നെ ഏത് ചിക്കൻകാരി, വൈറ്റ് മാത്രമല്ല പല കളേഴ്സിലുണ്ട്, ഏത് കളറാണെങ്കിലും ബ്ലൂ ജീൻസ് വെയർ ചെയ്താൽ അത് വേറൊരു അടിപൊളി ലുക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻകാരി ഡ്രസ്സ് ഇടുമ്പോൾ ജീൻസ് തന്നെ വെയർ ചെയ്യാൻ നോക്കുക. സാധാരണ നമ്മൾ ദുപ്പട്ടാസ് വൈറ്റ് ഡ്രസ്സിൻ്റെ ഒപ്പം വേറെ കളേഴ്സ് ഇട്ടാലാണ് കൂടുതൽ ഭംഗി തരുന്നത്. അത് വേറെ ചുരിദാർ വൈറ്റ് ഇടുമ്പോൾ അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ചിക്കൻകാരിയുടെ ഒപ്പം സെയിം കളർ തന്നെ ഷാള് വെയർ ചെയ്യാൻ നോക്കുക. അതും ചിക്കൻകാരി വർക്ക് തന്നെയുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദുപ്പട്ട. ചിക്കൻകാരി ചുരിദാറിൻ്റെ ഒപ്പം സെയിം കളർ തന്നെ, ടോപ്പിന് സെയിം കളർ തന്നെ ദുപ്പട്ട വെയർ ചെയ്യാൻ നോക്കുക. ഇതുപോലത്തെ ഞാനിവിടെ ചിക്കൻകാരി വർക്കുള്ള ടൈപ്പ് ദുപ്പട്ട തന്നെയാണ് വെയർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സെയിം കളർ തന്നെ ആയിരിക്കണം ദുപ്പട്ട വെയർ ചെയ്യേണ്ടത്. ബോട്ടം വന്നിട്ട് ബ്ലൂ ജീൻസും ആയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ടൈപ്പ് ദുപ്പട്ട സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഹെവി ഇയറിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നെക്ക് പീസ് വന്നിട്ട് അവോയ്ഡ് ചെയ്യുക. ഹെവി ബ്ലാക്ക് മെറ്റൽസ് അങ്ങനെ ആ ടൈപ്പൊക്കെയാണ് നമ്മൾ ഇയറിങ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഗോൾഡ് ടൈപ്പ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഞാനിവിടെ ഒരു സ്മോൾ സ്റ്റഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം ഈ ടൈപ്പ് ഒരു നെക്ക് പീസും ഇട്ടിട്ടുണ്ട്. ഇതുപോലെയും നമുക്ക് വെയർ ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് വന്നിട്ട് ഹെവി നെക്ക് പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെവി കമ്മൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഹെവി ഇതുപോലത്തെ ലേഡ് ടൈപ്പ് നെക്ക് പീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾ മാക്സിമം ഗോൾഡ് ടൈപ്പ് ജ്വല്ലറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് യാതൊരു കാരണവശാലും രണ്ടും ഹെവി ആകാൻ പാടില്ല. ഇയറിങ്സും നെക്ക് പീസും ഹെവി ആകാതെ നോക്കുക. ഇയറിങ്സ് ഹെവി ആകുമ്പോൾ നെക്ക് പീസ് അവോയ്ഡ് ചെയ്യുക. നെക്ക് പീസ് ഹെവി ആകുമ്പോൾ സ്റ്റഡ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റോയൽ ലുക്ക് തന്നെ. നെക്സ്റ്റ് വന്നിട്ട് ബാങ്കിൾ ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബാങ്കിൾസ് ഇടുക. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് ഒരു സിംഗിൾ പീസ് ബാങ്കിൾസ് ഇട്ടാലും നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടും. കുപ്പിവളകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുപ്പിവളകൾ യാതൊരു കാരണവശാലും ഇടാൻ പാടില്ല. നെക്സ്റ്റ് പാർട്ട് വന്നിട്ട് ഹെയർ സ്റ്റൈലാണ്. ഹെവി പാർട്ടി വെയർ ഹെയർ സ്റ്റൈലുകളൊക്കെ അവോയ്ഡ് ചെയ്യണം. ബൺ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ പോണിറ്റെയിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നിങ്ങൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഹെയർ സാധാരണ കെട്ടണം അതുപോലെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ബ്യൂട്ടി ആകും. അതുപോലെ ഹെയറിൽ ഞാൻ ചെയ്യണ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒറിജിനൽ റെയ്ബാൻ ആണ്. ആ റെയ്ബാൻ വെച്ചിട്ട് റെയ്ബാൻ്റെ സൺഗ്ലാസ് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത്
ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അതൊരു ബ്യൂട്ടിഫുൾ ലുക്ക്. ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റൈൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് വന്നിട്ട് മേക്കപ്പ് ആട്ടോ. മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. മാക്സിമം ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുക. ഞാൻ ചെയ്യാറില്ല. അതുപോലെ കണ്ണെഴുതുന്നവർക്ക് അങ്ങനെ കണ്ണെഴുതാം. ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പക്ഷെ ഹെവി ആകാതെ ലൈറ്റ് മേക്കപ്പ് യൂസ് ചെയ്യുക. അതും ഇമ്പോർട്ടൻ്റ് കാര്യം, പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ നിങ്ങളുടെ ചുണ്ടിന് തരുന്നത്. ഡാർക്ക് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യാൻ. അതുപോലെ ലാസ്റ്റ് വൺ വന്നിട്ട് ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ടൈപ്പ് വൈറ്റ് ചെരുപ്പുകൾ ചൂസ് ചെയ്യുക. ഹെവി ഹീൽസ് അവോയ്ഡ് ചെയ്യുക. ബ്ലാക്ക് ടൈപ്പ് ചപ്പൽസും അവോയ്ഡ് ചെയ്യുക. കൊല്ലാപ്പൂരി ഫ്ലാറ്റ് വൈറ്റ് ഷൂസൊക്കെ, അതുപോലെ സ്പോർട്സ് ഷൂവും അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഡ്രസ്സിങ്ങിന് മാച്ച് ആയിട്ടുള്ള ആക്സസറീസും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും. പക്ഷെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറേ ഐറ്റംസ് ആണ്. അതായത് ആക്സസറീസ്, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. നിങ്ങളിതിന് വേണ്ടിയിട്ട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ. ഹെവി കമ്മലിടുമ്പോൾ ഹെവി നെക്ക് പീസ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗോൾഡ് ടൈപ്പ് ആക്സസറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നിങ്ങളുടെ സപ്പോർട്ട് വേണം.